എന്നും വരെ വലിയ തീയായിരുന്നല്ലേ. പിന്നെ ഇവിടുന്ന് ആദ്യം പുക മാത്രമേ വന്നുള്ളൂ. നമ്മളങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് കത്തുന്നു, ആളി കത്തി. പറഞ്ഞെങ്കിൽ ഒരുപാട് പോയേനെ. ഇത്തിരി കുറച്ച് ഭാഗത്തേക്ക് നിയന്ത്രണമായിട്ട് നിന്നുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ. ഇങ്ങോട്ടൊക്കെ തീ വന്നിരുന്നുവെങ്കിൽ അമ്മ അത് പ്രശ്നമായനല്ലേ, ഇങ്ങോട്ട് തീ വന്നെങ്കിൽ. നമസ്കാരം, കല്ലമ്പലം ഇടവൂർക്കോണമാണ്. ഇവിടെ ഒരു 8 ഏക്കർ പെരിടം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു, നമ്മളെ വിളിച്ച് നമ്മൾ വന്നു. ആ സമയത്ത് ഫയർഫോഴ്സ് എത്തിയതുകൊണ്ട് പക്ഷേ വലിയ ദുരന്തം ഒഴിവായി, എല്ലാം അണച്ചിട്ടുണ്ട്. അത് ഒരു 7-8 വരെ പ്രോപ്പർട്ടിയാണ്. അതിൽ ആരതാണെന്നുള്ള അറിയത്തില്ല. സുഹൃത്ത് അവരെ ബന്ധുക്കളാണ്. എങ്ങനെ കത്തിയത് അതറിയത്തില്ല. ഇവിടെ പണിക്ക് ആൾക്കാർ പറഞ്ഞ് തീ കത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്നപ്പോൾ കാറ്റ് വെള്ളോട്ടിഞ്ഞും കയറി. പിന്നെ ഇത് അങ്ങോട്ട് കാറ്റ് അങ്ങോട്ട് അടിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയി. അവൻ ചാൻസ് ഉണ്ടായിരുന്നു. നല്ല ലാഭം. അപ്പം പുല്ലുകൾ കൂടിക്കിടന്നത് കത്തി എന്നതാണ് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മളെ വിളിച്ചറിയിച്ച ശേഷം നമ്മൾ വന്നു. പിന്നെ ഇത് ഒരുപാട് ഇങ്ങനെ കാടുകളിൽ പിടിച്ചു കിടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഇതുപോലെ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇത് പടർന്ന് തൊട്ടടുത്ത വീടുകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ആകെ ഇങ്ങനെ പുരയിടങ്ങളുള്ള അവരെ ഒന്നും വെട്ടി ഒതുക്കി ഒന്നും കൂട്ടിയിട്ട് കത്തിച്ച് ഒരു നിയന്ത്രണ വിധാനം കത്തിച്ച് വീഴ്ച എങ്ങനെയാണെന്ന് അറിയിട്ടില്ല. പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്കും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ട്, ഏക്കർ സ്ഥലമുണ്ട്. പടർന്നെങ്കിൽ ഒരുപാട് പോയേനെ. ഇപ്പോൾ ഇത്തിരി കുറച്ച് ഭാഗത്തേക്ക് നിയന്ത്രണമായിട്ട് നിന്നുകൊണ്ട് വലിയ പ്രശ്നമില്ലാതായി. തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു യൂണിറ്റ് വന്നുള്ളൂ. പക്ഷേ വാഹനത്തിന് വരാനുള്ള സൗകര്യമില്ല, ഇങ്ങോട്ട് കയറി വരാനുള്ള സൗകര്യം. ഉടമയെ കണ്ടില്ല. ഇല്ല. അല്ല, അല്ല ചൂടുകൊണ്ടാണെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും കത്തിച്ചാൽ ഇങ്ങനെ കത്താൻ ചാൻസ് ഉള്ളൂ. ആരെങ്കിലും കത്തിച്ച് എന്തെങ്കിലും സിഗരറ്റ് വലിച്ചെറിയുക എന്തെങ്കിലും മതി. എല്ലാം ഉണങ്ങി കിടക്കുന്ന പുല്ലാണ്. അങ്ങനെ എന്താ സംഭവിച്ചായിരിക്കും ചാൻസ് ഉള്ളൂ. ആ സംഭവ സ്ഥലത്തേക്ക് പോവാം. ഇതിൻ്റെ ബാക്കിലാണ് ഒരു 8 ഏക്കർ സ്ഥലത്തോടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പരിഭ്രാന്തിയിലാണ്. കാരണം ഇങ്ങോട്ടൊക്കെ തീ വന്നിരുന്നുവെങ്കിൽ അമ്മ അത് പ്രശ്നമായനല്ലേ, ഇങ്ങോട്ട് തീ വന്നെങ്കിൽ. ആദ്യം കണ്ട അമ്മ? പിന്നെ ആരെന്നറിയത്തില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നെ വന്ന് വിളിച്ചോണത്തേ. എനിക്ക് വയ്യാതെ ഇവിടെ കിടക്കുമായിരുന്നു. അപ്പം വന്ന് ചൊറിഞ്ഞ് ഇവിടെ തീ കത്തുനിന്ന് കണ്ടില്ലയോന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഓടി വരുന്നത്. അത് തന്നെ ഇങ്ങ് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? സമയത്ത് വിളിച്ചു പറഞ്ഞോണ്ട് ഫയർഫോഴ്സും ഇത് ഫയർഫോഴ്സ് ചോദിച്ചാൽ അവർ പറഞ്ഞാൽ ഇത് ആരും മനഃപൂർവ്വം കത്തിച്ചായിരിക്കും. അല്ലാതെ തീ സൂര്യന്റെ ചൂടുകൊണ്ടല്ല, എന്തെയോ മനഃപൂർവ്വം കത്തിച്ചാൽ പറയുന്നത്. ഒരു അന്വേഷണം വേണ്ടേ? വേണം. നിങ്ങളിവിടെ താമസിക്കുകയല്ലേ? ഏതായാലും ഇതാണ് ഈ സ്ഥലം. ഞങ്ങളും ഓടി എത്തി. മൊത്തം കാണാം, എൻ്റെ പിറകിൽ കാണാം. ഒരു ഏരിയ മൊത്തം കത്തി നശിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല ആരും. ഞങ്ങളാണ് ആദ്യം ഇതറിഞ്ഞ്. ആ സമയത്ത് കല്ലമ്പലത്ത് ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ഓടിങ് വരികയാണ് ചെയ്തത്. ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് തീ. പക്ഷേ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഇത്രയും സ്ഥലമാണ് കത്തിയിരിക്കുന്നത്. ചെറിയ സ്ഥലമല്ല. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ തോന്നുന്നില്ല. കാരണം അവിടെയൊക്കെ കനലാണ്, ചൂടാണ്, വെയിലാണ്. അവിടെയൊക്കെ ആൾക്കാർ അങ്ങോട്ട് ചോദിക്കാം. ഇവിടെയൊക്കെ എൻ്റെ പിറകെ കാണാം, ഇവിടെ മൊത്തം വീടാണ്. എൻ്റെ ബാക്കിലെ ഭാഗത്തൊക്കെ വീടാണ്. ഒരു പക്ഷേ ഇത് പടർന്നതുമെങ്കിൽ ഒരു വല്ലാത്തൊരു ദുരന്തം ഇവിടെ ഉണ്ടായേനെ. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അങ്ങോട്ട് ചോദിക്കാം. ചേട്ടാ, ഇത് പോലീസ് പറഞ്ഞു ഇത് സ്വാഭാവികമായി കത്തുന്നതല്ലെന്ന് പറഞ്ഞു പോലീസ്. ഇവിടെ ആദ്യം പുകഞ്ഞ് കയറിയ ഇവിടെ ഇങ്ങനെ പുകഞ്ഞ് കയറിയപ്പോൾ തന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടുകാരെ വിളിച്ച് തൊട്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് പുകഞ്ഞ് കയറി ആളി കത്തി. നമുക്ക് അടുത്തോട്ട് ചെല്ലാൻ വയ്യാത്ത രീതിയിൽ കത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ട് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ആദ്യം പുക മാത്രമേ വന്നുള്ളൂ. നമ്മളങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് കത്തുന്നു, ആളി കത്തി. ഇല്ല, ഇതുണ്ടാ മരം അതുവരെ കത്തി കയറി. അതെല്ലാം കത്തിയാണ്. ഇവിടെ താമസിക്കാണ്. ഞാൻ കണ്ടോണ്ടിരിക്കാണ്. ഇത് വേറെ, ഇത് ആരെങ്കിലാന്ന് അറിയാം. ശരിക്കും സ്ഥലത്തിന്റെ പേരെന്താണ്? റൈറ്റ് കയറുമ്പോഴുള്ള സ്ഥലമാണ് ഇത്. നമ്മളെ പെരടവാ. നമ്മളങ്ങനെ ഈ പെരടത്തി നമ്മൾ 2 വാഴ വെക്കാനായിട്ട് വന്നയാ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പുക വരുന്നു. നമ്മള് നോക്കിയപ്പോൾ ആള് കത്തുന്നു, കത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ ബക്കറ്റ് എല്ലാം എടുത്തോണ്ട് വന്നപ്പോ നിക്കത്തില്ല, വലിയ തീയായി.
അങ്ങനെ നമ്മൾ അജീഷിനെ വിളിച്ചിട്ട് നമ്മൾ ശരി. എന്തായാലും ഒരു വലിയ അപകടം, കാരണം ചുറ്റുപാടും വീടും കല്ലൊക്കെയാണ്, എല്ലാ വീടുകളാണ്. ഇതൊരു വിസ്തൃതമായ പ്രദേശമാണ്. ഞങ്ങളൊരു പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഈ വിവരം കിട്ടിയോ നമ്മൾ ഓടി എത്തിയതാണ്. അപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് വന്ന് ഇതെല്ലാം അണച്ച് കഴിഞ്ഞു. ഏതായാലും ഒരു വലിയ അത്യാഹിതം ഒഴിവായി. അറിയാം അവിടെ എവിടെയൊക്കെ ഇവിടെ ഉണ്ട് ഈ തീ അങ്ങോട്ട് പടർന്നതുമെങ്കിൽ, പക്ഷേ ഒരു വലിയ ദുരിതത്തിന് ഇന്നും കൂടി കേരളം സാക്ഷിയായനെ. പക്ഷേ സമയോചിതമായി നമ്മുടെ ഫയർഫോഴ്സൊക്കെ ഇടപെട്ടത് കൊണ്ട് ആ തീയൊക്കെ അണയ്ക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എസ് വേണ്ടി ക്യാമറമാൻ അനിൽ സാറിനൊപ്പം ശ്രീത്ത് മലയാളം സൈനിങ് ഓഫ്.